ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്, ഫെബ്രുവരി 1 ആണ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇന്ന് നടന്ന കാര്യങ്ങളിൽ കൂടെ നമുക്ക് എന്ത് പഠിക്കാം എന്നും കൂടി ഈ വീഡിയോയിലേക്ക് കൂടെ നോക്കാം. അപ്പം ഓക്കെ, അതായത് ഇന്ന് ബഡ്ജറ്റ് ഡേ ആണ്. ഇപ്പോൾ ഫെബ്രുവരി 1 ആണ്. ഫെബ്രുവരി 1 നിന്ന് നമ്മൾ ഒരു നല്ല മൂവ്മെന്റ്, ബഡ്ജറ്റിന്റെ അനൗൺസ്മെന്റോട് കൂടി നമുക്ക് ഒരു വയലന്റ് മൂവ് അല്ലെങ്കിൽ വോളറ്റൈൽ മൂവ് നമ്മൾ കാണാൻ പറ്റും എന്നായിരുന്നു നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതോടുകൂടി തന്നെ നമ്മൾ അതിന് കണക്കായിട്ടുള്ള ട്രേഡ്സ് ആണ് എടുത്തത്. ഓക്കെ, പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. കാരണം മാർക്കറ്റിൽ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. ഇതൊരു ഇന്ററിം ബഡ്ജറ്റ് കൂടിയാണ്. മെയിൻ ആയിട്ടുള്ള ബഡ്ജറ്റ് 2020 ജൂലൈയിൽ ആദ്യം വരാൻ പോകുന്നുണ്ട്. അപ്പം ഈ ബഡ്ജറ്റിൽ നമുക്ക് കാര്യമായിട്ടൊന്നും നടന്നില്ല. ബഡ്ജറ്റ് ആയതുകൊണ്ട് കൂടി നമ്മളൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു. ബിക്കോസ് ഇത് പറയാനുള്ള കാരണം, നമുക്ക് ലാസ്റ്റത്തെ ഒരു 5 കൊല്ലത്തെ ഡാറ്റ നോക്കാം. അതായത് ഇത് ഫെബ്രുവരി 2023 ബഡ്ജറ്റിന്റെ അന്നാണ്. നമുക്ക് കാണാൻ പറ്റും ഇത് മാർക്കറ്റ് മുകളിലേക്ക് പോയി താഴേക്ക് വന്നു. ഈ ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ഉണ്ടല്ലേ, ഇത് ഓൾമോസ്റ്റ് നമ്മൾ 500 പോയിന്റ്സിന്റെ മൂവ്മെന്റ്സോളം ഇവിടെ ഉണ്ടായി. അതേപോലെ മുകളിലേക്ക് പോയി താഴേക്ക്. അപ്പം ഈ ഒരു മൂവ്മെന്റ് 2023 ആണ്. 2023 ഫെബ്രുവരി 1. ഇത് ഫെബ്രുവരി 2022 ഈ ഇന്നും അന്നും ഈ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഫെബ്രുവരി 21ലും ഈ ഒരു വലിയൊരു മൂവ്മെന്റ് നടന്നിരുന്നു. ഫെബ്രുവരി 2020 ഇന്നും അന്നും കണ്ടില്ലേ, അതായത് ഇത്ര വലിയൊരു മൂവ്മെന്റ് സംഭവിച്ചിരുന്നു. ഇത് ലാസ്റ്റ് ഫെബ്രുവരി 2019 മൂവ്മെന്റ് ആണ്. കണ്ടില്ലേ, ഈ ഒരു 5 വർഷമായിട്ട് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവും എന്ന് സാധാരണ ബഡ്ജറ്റ് ഡേയിൽ ഉണ്ടാവേണ്ടതാണ്. അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഓക്കെ, ബട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ വിചാരിക്കാണ്ട് മാർക്കറ്റ് ഒന്നും നടന്നില്ല. ഓക്കെ, മാർക്കറ്റ് സ്റ്റില്ലായി നിന്നു. നമുക്കപ്പം നോക്കാം. മോർണിംഗിൽ നമ്മൾ ഈ 5 വർഷത്തെയും ഡാറ്റയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാർക്കറ്റിൽ ഒരു സൈഡിൽ മൂവ്മെന്റ് ഉണ്ട്. അത് കണ്ടത് ആഫ്റ്റർ 12, അത് 12 മണിക്ക് ബഡ്ജറ്റ് അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ മൂവ്മെന്റ് പൊതുവെ കണ്ടുവന്നിരുന്നത്. ഓക്കെ, അപ്പൊ 12 മണി വരെ മാർക്കറ്റിൽ ഒരു സ്റ്റിൽ മൂവ്മെന്റ് ഉണ്ടായി. അതിനുശേഷം മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റിനായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഓക്കെ, ബട്ട് മാർക്കറ്റ് 12 വരെ ഈ ഒരു മൂവ്മെന്റ് നടന്നു. ബട്ട് അതിനുശേഷം മാർക്കറ്റിൽ കാര്യമായിട്ട് വലിയ മൂവ്മെന്റ് ഉണ്ടായില്ല. അപ്പം ഈ ഒരു ഇതിൽ ഞാനും ആക്ച്വലി ഒരു സ്ട്രാങ്കിൾ എടുത്തിരുന്നു. ഈ പ്രീമിയം DKന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് ഞാൻ ഇന്നും എൻ്റെ ഡേ ലോസിലായിരുന്നു ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഞാനൊരു ഔട്ട് ഓഫ് ദ മണി കോളും പുട്ടൊക്കെ വാങ്ങിച്ചിരുന്നു. ബട്ട് അതും കംപ്ലീറ്റ്ലി 0 ആയി മാറി. അപ്പം ഇന്ന് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാനും വിചാരിച്ചിരുന്നു, അതായത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് ഞാൻ ലോസ് എന്തായാലും എൻ്റെ കൺട്രോളിലുള്ള ലോസ് മാത്രമായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ടുകൂടി കൂടുതൽ വലിയ ലോസ് ഉണ്ടായിട്ടില്ല. ബട്ട് എന്നാലും ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം ഈ ലാസ്റ്റ് 5 ഇയേഴ്സിലെ മൂവ്മെന്റ് നമ്മൾ കണ്ടില്ല. ബഡ്ജറ്റ് ഡേയിൽ എപ്പോഴും ആ ഒരു ന്യൂസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും നടന്നില്ല. നമുക്ക് ഇന്നത്തെ ഡേയിലെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മാർക്കറ്റിൽ എത്ര നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാലും, മാർക്കറ്റ് ഇത്ര ഷുവർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റ് അതിൻ്റെതായ ആ ഒരു രീതിക്ക് നടക്കുള്ളൂ. മാർക്കറ്റ് ഒരിക്കലും നമ്മൾ ഇന്നിങ്ങനെ പോകുന്നു കണ്ടിട്ട് നമുക്ക് ഒരിക്കലും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിന് അതിൻ്റെതായ സ്റ്റൈലുണ്ട്. അപ്പം നമ്മളൊരിക്കലും ഇത് ഇത്ര പോകും, മാർക്കറ്റ് ഇന്ന് വോളറ്റൈലായി പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്കൊരു പൊസിഷൻ എൻ്റർ ചെയ്തെടുത്താൽ നമുക്ക് ഇന്നത്തെ കിട്ടിയ പോലെ മാർക്കറ്റിനെ നമുക്ക് പണി കിട്ടും. അപ്പം മാർക്കറ്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, മാർക്കറ്റിലെ മൂവ്മെന്റ്സിനെ റെസ്പെക്ട് ചെയ്യുക. നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നത് അതിനകത്ത് ലോസ് കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എടുക്കുക. അപ്പം അതാണ് എനിക്കിന്ന് മനസ്സിലായ ഒരു കാര്യം.
ഇത്രയും 5 ദിവസമായിട്ട് മാർക്കറ്റിൽ ലാസ്റ്റ് 5 വർഷമായിട്ട് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ടായി. ബട്ട് ആ പ്രതീക്ഷയോടെ ഇന്നും വന്നു, ബട്ട് അത് നടന്നില്ല. അപ്പം മാർക്കറ്റ് അത് കാണിച്ചിരുന്നത് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർക്കറ്റ് അത് നടക്കണം എന്നില്ല. കാരണം മാർക്കറ്റ് ഈസ് ദ സുപ്രീം. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യാം. താങ്ക് യു.